നമസ്കാരം. ഭീകരതയ്ക്കെതിരായ പോരാട്ടം ഘടിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഭീകരവാദത്തിന് വളമേകുന്നവരെ തുരത്താൻ കെൽപ്പുള്ള നയങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാർ. രാജ്യത്തെ പ്രഥമ ഭീകരവിരുദ്ധ നയം ആവിഷ്കരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഭീകരതയോടും ഭീകരവാദികളോടും വിട്ടുവീഴ്ചയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഹർ എന്ന പേരിലാണ് പുതിയ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭീകരർക്കും അവർക്ക് ഒത്താശ ചെയ്യുന്നവർക്കും പണവും ആയുധങ്ങളും താവളങ്ങളും ലഭിക്കുന്നത് തടയുകയും പ്രഹറിന്റെ ലക്ഷ്യമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ നയരേഖയിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തും വിദേശത്തും ഉടലെടുക്കുന്ന ഭീകരത തടയുകയും തീവ്ര ചിന്താഗതിയിലേക്കും ഭീകര ആക്രമണങ്ങളിലേക്കും ആളുകളെ നയിക്കുന്ന സാഹചര്യങ്ങൾ ക്രമേണ ലഘൂകരിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൈമാറി ഭീഷണികൾ നിർവീര്യമാക്കുകയും പുതിയ തന്ത്രം ഇതിലൂടെ മെനയുകയും ചെയ്യുന്നു. ഇന്ത്യൻ നിയമങ്ങൾക്കു കീഴിലെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഭീകരർക്കുള്ള ധനസഹായ ശൃംഖലകൾ തകർക്കുന്നതിലാണ് ഊന്നൽ നൽകുന്ന നയം വ്യക്തമാക്കുന്നത്. സമൂഹത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സമീപനത്തിലൂടെ അന്താരാഷ്ട്ര ഭീകരവിരുദ്ധ ശ്രമങ്ങളുമായി പ്രവർത്തനം ഏകോപിപ്പിക്കും. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ പലപ്പോഴും ഉണ്ടാകുന്ന അസ്ഥിരത അക്രമ സംഭവങ്ങളിലേക്ക് നയിക്കാറുണ്ട്. മേഖലയിലെ ചില രാജ്യങ്ങൾ ഭീകരവാദം രാഷ്ട്ര നയത്തിന്റെ ഉപാധിയായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നും നയരേഖയിൽ എടുത്തു പറയുന്നുണ്ട്. എങ്കിലും ഇന്ത്യ ഒരിക്കലും ഭീകരവാദത്തെ ഏതെങ്കിലും ഒരു മതം, വംശം, ദേശീയത അഥവാ സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെടുത്തി എന്ന് കാണുന്നില്ല. ഭീകരതയും പ്രഖ്യാപിതമോ അല്ലാത്തതോ ആയ ലക്ഷ്യങ്ങൾക്ക് പ്രകടമായോ അല്ലാതെയോ ഭീകരതയെ ആരെങ്കിലും ഉപയോഗപ്പെടുത്തുന്നതിനെയും ഇന്ത്യ എക്കാലവും നിരാകരിച്ചിട്ടുണ്ട്. ഭീകരതയുടെ ഇരകളോടൊപ്പം നിലകൊള്ളുന്ന രാജ്യത്തിന്റെ ഉറച്ച വിശ്വാസം ലോകത്ത് നടക്കുന്ന അക്രമ സംഭവങ്ങൾക്ക് യാതൊരു നീതീകരണവുമില്ല എന്നതാണ് നയം വ്യക്തമാക്കുന്നത്. ഭീകരത ഒരു തരത്തിലും വെച്ച് പൊറപ്പിക്കില്ല എന്നതാണ് തത്വാധിഷ്ഠിത സമീപനം. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ആഭ്യന്തര മന്ത്രാലയം നടത്തിയത്. രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഏതു വിധത്തിലുള്ള തീവ്രവാദ നീക്കങ്ങളെയും മുളയിലെ നുള്ളിയെറിയുവാനും ഭീകരവാദ ശൃംഖലകളെ വേരോടെ പിഴുതെറിയാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വിവിധ സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം ശക്തമാക്കും. വിവരങ്ങൾ കൈമാറുന്നതിലും സംയുക്ത ഓപ്പറേഷനുകൾ നടത്തുന്നതിലും വേഗതയും കൃത്യതയും ഉറപ്പാക്കും. അത്യാധുനിക സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ച് ഭീകരവാദികളുടെ നീക്കങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്താനും തടയാനും സംവിധാനം ഒരുക്കും. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ അയൽ രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര ഏജൻസികളുമായുമുള്ള ഊഷ്മള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കും. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം എത്തുന്ന വഴികൾ അടയ്ക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഹവാല ഇടപാടുകൾക്കും അനധികൃത സാമ്പത്തിക കൈമാറ്റങ്ങൾക്കുമെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും. രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് ഈ പുതിയ കർമ്മ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കൃത്യമായ സമയപരിധിയോടെ ആസൂത്രണം ചെയ്തിരിക്കുന്ന പ്രഹാർ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന് വലിയൊരു കരുത്തു പകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും പ്രഹർ എത്തിയതോടെ ഇനി ഒരിക്കലും ഭീകരവാദത്തെ വെച്ചുപൊറുപ്പിക്കില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ നയം കൃത്യമായും പുറത്ത് എത്തിയിരിക്കുകയാണ്.